അതല്ലല്ലോ പ്രശ്നം. കൊടുത്ത മാപ്പപേക്ഷ സൗകര്യപൂർവ്വം ഗാന്ധിയുടെ തലയിൽ വെച്ചിട്ട് ചരിത്രത്തെ കീഴ്മേൽ പറിച്ചതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഞാൻ സൂചിപ്പിച്ചല്ലോ, മാപ്പപേക്ഷ ഒക്കെ കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ബ്രിട്ടന്റെ മുന്നിൽ ഒന്നിലധികം അപേക്ഷകൾ അപേക്ഷിച്ച് ഭിക്ഷ യാചിച്ചതിന് എന്ത് ന്യായം? ആ കാശ് വാങ്ങി തിന്നതിന് എന്ത് ന്യായം? ഇതൊക്കെ പറയിപ്പിച്ചു എന്നാ ഞാൻ പറഞ്ഞു. അതിന് മറുപടിയാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അതെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകത്തെ ഒന്ന് ചോദ്യം ചെയ്യാൻ ബ്രിട്ടനെതിരെ പോസ്റ്റർ ഒട്ടിച്ച പരിചയമില്ലാത്ത RSSകാർ വളർന്നിട്ടില്ല. 964 CPIM എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ CPIMന്റെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ 9 പേരായിരുന്നു. 9 പേർ. BT രണദിവേയും P സുന്ദരയും ബസവ പുന്നയെയും EMS AKജിയും സുർജിത്തും പ്രമോദ് ദാസ് ഗുപ്തയും ജ്യോതി ബസുവും രാമമൂർത്തിയും ഈ 9 പേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയവരാ. ഒരിക്കലും മാപ്പപേക്ഷ കൊടുത്തില്ല. 12 കൊല്ലം ജയിലിൽ കിടന്ന ആളാണ് AKജി സുർജിത്ത്. ഈ 9 പേരും കൂടി കൊടുന്ന ജയിൽ ശിക്ഷയുടെ കാലാവധി കൂട്ടിയാൽ 60 കൊല്ലം വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 947 ആഗസ്റ്റ് 15 AKജി സെൻട്രൽ ജയിലിലായിരുന്നു. അറിയോ? സെൻട്രൽ ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയെ വരവേറ്റ നേതാവാണ്. ആ ഞങ്ങളുടെ പൈതൃകത്തെയാണ് അരുൺ ഷൂരിയുടെ കടലാസം കൊണ്ട് ചോദ്യം ചെയ്താൻ വന്നിരിക്കുന്നത്. അരുൺ ഷൂരിയെ കൂട്ടുപിടിച്ചത് നന്നായി. ആർക്കോ ആരോ കൂട്ട് എന്നൊരു ചൊല്ലുണ്ടല്ലോ, അതിനെ ഉപോത്ബലകമായി പറയുന്നതാ 942 ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് കുറെ കാലമായി കേൾക്കുന്നതാണ്. 942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടില്ലാന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, വാർത്ത AICCയിലാണ് ക്വിറ്റ് ഇന്ത്യ സമര തീരുമാനമെടുക്കുന്നത്. 942 ബോംബെ AICC ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിക്കുന്നത്. കോൺഗ്രസ് ആഹ്വാനം ചെയ്തൊരു സമരമായിരുന്നു അത്. അതിൽ കോൺഗ്രസുകാർ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. മറ്റാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? മുസ്ലിം ലീഗ് പങ്കെടുത്തോ? മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് ഇത് ബ്രിട്ടനെതിരായ സമരം മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കുമെതിരാണ്. ലീഗ് തള്ളി പറഞ്ഞു. തേജ് ബഹാദൂർ സപ്രുവിന്റെ ലിബറൽ പാർട്ടി പങ്കെടുത്തോ? ഇന്ത്യയിലെ ജനങ്ങളുടെ ഉത്തമ താല്പര്യത്തെ ഹനിക്കുന്നു സപ്രുവിന്റെ സ്റ്റേറ്റ്മെന്റ്. MN റോയിയുടെ ഡെമോക്രാറ്റിക് ഹ്യൂമനിസ്റ്റ് പാർട്ടി അതിനെ തള്ളി പറഞ്ഞു. ഈ ഹിന്ദു മഹാസഭ എന്താ നിലപാട് സ്വീകരിച്ചത്? ഇത് ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം എടുത്തിട്ടല്ലോ, ഇവരുടെ ഹിന്ദു മഹാസഭ എന്ത് നിലപാട് സ്വീകരിച്ചു? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തോ? നാഗ ശിഖാന്തം എതിർത്തില്ലേ? എന്നിട്ട് അതിന്റെ പാപഭാരം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലും ഇപ്പൊ CPMന്റെ തലയിലും കെട്ടിവെക്കുകയാണ്. സാർവദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാസിസത്തിന്റെ കാൽക്കീഴിൽ ലോകം അമരാതിരിക്കാൻ അന്ന് ഞങ്ങൾ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ ഇന്ത്യയിലെ കോൺഗ്രസ് ഒഴികെ എല്ലാ പാർട്ടികളും ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറയാണ് ചെയ്തത്. അപ്പൊ ആ ചരിത്രത്തേക്ക് എത്ര ഭംഗിയായിട്ടാണ് വളച്ചൊടിച്ച് വെച്ച് അരുൺ ഷൂരിയുടെ കടലാസത്തോട്ടേക്ക് വരികയാണ്. അതൊക്കെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം വരെ ജയിൽ കിടന്ന നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ. എന്നിട്ട് സവർക്കറെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ വലിച്ചിടച്ച് സവർക്കറുടെ പാപഭാരം ഗാന്ധിജിയുടെ തലയിൽ വെച്ച് കൊടുക്കാൻ ഒരു മുതിർന്ന നേതാവ് ശ്രമിച്ചപ്പോ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിലെ ചരിത്ര നിഷേധം, അതിലെ തെറ്റ്, അത് പറഞ്ഞു വന്നപ്പോ സവർക്കർ പിന്നെ വാങ്ങിയ മുക്കാലിന്റെ കണക്കൂടി എനിക്ക് പറയേണ്ടി വന്നത്.